സാറേ, സാം പിത്രോദയാണ് കോൺഗ്രസിന് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഹെറിറ്റൻസ് ടാക്സ് യു എസിലെ പോലെ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇന്ത്യയിലും നടപ്പിലാക്കണം എന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഇപ്പോൾ കോൺഗ്രസിനെ പണിയിലാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ഇത് തങ്ങളുടെ പാർട്ടി പൊസിഷനല്ല, അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം എന്നാണ് പറയുന്നത്. സാർ എന്താണ് അതിൽ സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഈ സാം പിത്രോദ എന്ന സത്യൻ ഗംഗാറാം പിത്രോദ നല്ലൊരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തിന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അതിനുള്ള സാങ്കേതിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഒരു വലിയ അനേകം പേറ്റൻസി ഉള്ള ഒരാളാണ്. ചിക്കാഗോ ബേസ്ഡ് ഇന്ത്യൻ വംശജനാണ് സാം പിത്രോദ. അദ്ദേഹം ഇവിടെ നിന്ന് MSc ഫിസിക്സ് പഠിച്ചിട്ട് അമേരിക്കയിൽ പോയി PhD ചെയ്ത് അമേരിക്കൻ തന്നെ ഉദ്യോഗം നേടി. പിന്നീട് അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷനിൽ C.DOT എന്ന സാങ്കേതികവിദ്യ ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ISD STD ബൂത്തുകളുടെ പ്രചാരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പിത്രോദയ്ക്ക് കഴിഞ്ഞു. ഈ കൈകൊണ്ട് കറക്കുന്ന ഫോൺ മാറ്റിയിട്ട് ടച്ച് ഫോൺ, ഈ ഡിജിറ്റൽ ഫോൺ പ്രചാരത്തിൽ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ സാങ്കേതികവിദ്യ അപ്ലൈ ചെയ്തപ്പോഴാണ്. അതിൻ്റെ പേറ്റൻസി വഴി അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല റോയൽറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ മേഖലയിലും ഒരു പ്രതിഭയുണ്ട്. അവർ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ അധികാരമധുരവും രാഷ്ട്രീയവും ഒക്കെ തലയ്ക്ക് പിടിക്കുമ്പോൾ ഇതുപോലെ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. അതിൽ കാൾ മാർക്സിന് എക്കണോമിക്സ് അറിയാമായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ സിദ്ധാന്തം ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്കണോമിക്സും വഴിതെറ്റിപ്പോയി, സിദ്ധാന്തവും വഴിപിഴച്ചുപോയി എന്ന് പറയുന്നത് പോലെ സാം പിത്രോദ സാമ്പത്തിക ശാസ്ത്രവും നികുതി വ്യവസ്ഥയും പരിഷ്കരിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയോട് ചേർന്നപ്പോൾ പെട്ട ആപത്താണിതെല്ലാം. ഇപ്പോൾ കോൺഗ്രസ് അത് കൈയൊഴിഞ്ഞു. ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി US ചില സ്ഥലങ്ങളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അല്ല, US ടാക്സ് സിസ്റ്റം അല്ല ഇവിടെ. US വെൽഫെയർ മെഷേഴ്സ്, സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. US എല്ലാ മനുഷ്യർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലോ കേരളത്തിലോ എല്ലാ സാർവത്രിക പെൻഷൻ സംവിധാനം ഇല്ല. എല്ലാ മനുഷ്യരും 65 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഫ്രീ റേഷനും പെൻഷനും ഫ്രീ ആയിട്ട് വൈദ്യസഹായമൊന്നും ഇന്ത്യയിൽ ആർക്കും ഇതുവരെയും വന്നിട്ടില്ല. 1600 രൂപയാണ് പെൻഷൻ, അതും വല്ലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് വന്ന് ഇതുപോലെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ വർത്തമാനം പറയും. അമേരിക്കനിസം ഇത് അപ്പടി ഇവിടെ പകർത്താൻ പറ്റുമോ? അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ജനങ്ങളെല്ലാം കൂടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക അവിടെ. ഇന്ത്യയിൽ അങ്ങനെയുണ്ടോ? ഇന്ത്യയിലെ സിസ്റ്റം വേറെയാണ്. ഇന്ത്യൻ സൊസൈറ്റി പ്രതിജന ഭിന്ന വിചിത്രവും സങ്കീർണവുമാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ വളരെ ബുദ്ധിപരമായി ആവിഷ്കരിച്ച സിദ്ധാന്തവും ഗവേണിംഗ് സിസ്റ്റവുമാണ് നമുക്കുള്ളത്. അതിൽ പരിഷ്കരണം വേണമെങ്കിൽ അന്നന്ന് വരുന്ന ഗവൺമെൻറ് കാലാകാലങ്ങളിൽ അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചെയ്യും. പക്ഷേ ആൾ ഓഫ് എ സഡൻ എല്ലാവരുടെയും സ്വത്തെടുത്തിട്ട് സാമാന്യ ജനങ്ങൾക്കിടയിൽ വീതിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ പാവങ്ങളെ പറ്റിക്കാൻ പണ്ട് ONV കുറിപ്പ് കവിത എഴുതിയതുപോലെയാകും. നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മുടേതാകും എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പേക്കിനാവാണിത്. സത്യത്തിൽ ഇതൊന്നും ഈ പ്രായോഗിക ജീവിതത്തിൽ ആരും അംഗീകരിക്കില്ല. ഇവിടുത്തെ പ്ലാന്റേഷൻ തോട്ടങ്ങളെല്ലാം ഭൂപരിഷ്കരണത്തിലൂടെ പിടിച്ചെടുത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുമെന്നല്ലായിരുന്നു ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം. അതുപോലെ സ്വകാര്യ സ്കൂളുകളെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പാക്കുമെന്നായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയുടെ 11ാം ഷെഡ്യൂൾ, വിദ്യാഭ്യാസ പരിഷ്കരണം. ഇതാണ് ആ ഗവൺമെൻറ്റിൻ്റെ പതനത്തിന് വഴി തിരിച്ചു വിട്ടത്, വിമോചന സമരം ക്ഷണിച്ചു വരുത്തിയത്. അപ്പോൾ അതുപോലെ ശുദ്ധ മണ്ടത്തരങ്ങൾ പറയാൻ സാം പിത്രോദയെ പോലെയുള്ള ഒരു ടെക്നോക്രാറ്റിക് ജീനിയസ് തുനിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മോദി ഇന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് റാലികളിൽ
നേരത്തെ രാജസ്ഥാനിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽത്ത് മുസ്ലിംസിന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന കാര്യം. അതെ, പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗിച്ചു, പിന്നീട് അദ്ദേഹം അത് ആവർത്തിച്ചു, അതിൽ ഊന്നി നിൽക്കുന്നു. അതിന് പ്രധാനമന്ത്രിക്ക് അതിൻ്റേതായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇത് അപലപനീയമായ ഒരു നിർദ്ദേശമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് തീർച്ചയായിട്ടും എത്രയോ കണ്ടീഷൻസാണ്. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരണം, കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടണം. ഇതൊക്കെ ഇന്നത്തെ നിലയിൽ സാധ്യമാകുമെന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലേ അവരിത് ചെയ്യുന്നത്. ചെയ്യാൻ ഒരുങ്ങുമ്പോഴറിയാം അതിൻ്റെ പ്രയാസം. ഇന്ത്യയിലെ സ്വകാര്യ സ്വത്ത് മുഴുവനും എടുത്ത് സാമാന്യനെ എല്ലാവർക്കും അങ്ങ് വീതിക്കാൻ പറ്റുമോ? സാധാരണ ഇതിനൊക്കെ അങ്ങനൊരു സ്വകാര്യ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശമൊക്കെ ഉയർന്നു വരില്ലേ? അപ്പം നിയമവ്യവസ്ഥ അനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുനിയാതെ വെറുതെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പാവങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണിത്. ഇത് തീവ്ര കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ ആശയങ്ങൾ എടുത്തിട്ട് മാവോയിസ്റ്റുകളെ സഹായിക്കാനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇതുപോലെ ഭരണത്തിൽ 60 വർഷം ഇരുന്നപ്പോൾ ചെയ്യാൻ സാമാന്യ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നവർ ഇപ്പോൾ 10 വർഷം വെയിൽ കൊണ്ടപ്പോൾ വന്ന ബോധോദയമാണ്. അധികാരത്തിൽ വന്നാൽ ഉടൻ ദാരിദ്ര്യം ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ബുദ്ധിഭ്രംശമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. രാഷ്ട്രീയ വിവേകശൂന്യമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്ത്യ ബ്ലോക്കിൻ്റെ പല നേതാക്കളിൽ നിന്നും വന്നു. അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അവരൊരു മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി. മാനിഫെസ്റ്റോയിൽ എല്ലാ ബിലോ പോവർട്ടി ലൈനിലുള്ള ജനങ്ങൾക്ക് ഓരോ ലക്ഷം രൂപ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്ന കാര്യമാണ്? നമ്മൾ അതേപ്പറ്റി ഇവിടെ ചർച്ച ചെയ്താണ്. പിത്രോദയുടെ കാര്യം പറഞ്ഞാൽ, ഈ പിത്രോദ എന്ന മനുഷ്യൻ്റെ 2002 ജൂൺ 4-ാം തീയതി ഞാൻ അമേരിക്കയിൽ വെച്ചിട്ട് ദീർഘമായ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി ഭയങ്കരമായി സൽക്കരിക്കുകയും അദ്ദേഹവുമായിട്ട് ദീർഘമായ സംഭാഷണം നടത്തുകയും ചെയ്തതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി. പിത്രോദ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയിലാണ്. അന്ന് കേരളത്തിനായി 10 സ്വപ്ന പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് ആയുർവേദം, ടൂറിസം തുടങ്ങിയ കാര്യങ്ങൾ മേഖലയിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹം എന്നോട് സവിസ്തരം സംസാരിച്ചായിരുന്നു. ഞാൻ അതേക്കുറിച്ച് ലേഖനം എഴുതി. ആ ലേഖനം വായിച്ചിട്ട് AK ആൻ്റണി സർക്കാർ ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ AK ആൻ്റണി അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചോ അദ്ദേഹം ചിരിച്ചു തള്ളിക്കളഞ്ഞു. അതേസമയത്ത് ആ ലേഖനത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി നായനാർ സർക്കാർ പിത്രോദയെ കേരളത്തിലേക്ക് വിളിച്ചു. പിന്നെ അദ്ദേഹം കോൺഗ്രസിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ആവേശപൂർവ്വം സഹകരിച്ചത് CPM-ഉമായിട്ടാണ്. ശരി. അത് പിന്നീട് തൊട്ടടുത്ത് ആന്റണിക്ക് ശേഷം വന്ന നയനാർ ഗവൺമെൻറ്റുമായിട്ട് പിത്രോദ സഹകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതായാലും പിത്രോദ അതെ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പിത്രോദ സംസാരിക്കാതിരിക്കുന്നതാണ് ഭേദം. അദ്ദേഹം വലിയ വലിയ സാമ്പത്തിക സിദ്ധാന്തങ്ങളൊന്നും എഴുന്നള്ളിച്ചുകൊണ്ട് വരണ്ട. അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തെ വെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള വിവരവും ജ്ഞാനവുമുള്ള മറ്റൊരു മേഖല അദ്ദേഹത്തിന് കരഗതമാണ്. അതേപ്പറ്റി ആഴത്തിൽ സംസാരിക്കട്ടെ. അതെ സാറേ, യഥാർത്ഥത്തിൽ ഈ പിത്രോദയ്ക്കും പൊളിറ്റിക്സിലൊരു ഇടമില്ലേ? കാരണം ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും വേണം. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തിനും തീർച്ചയായിട്ടും പൊളിറ്റിക്സിൽ വരാം അല്ലേ? അത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ ടെക്നോക്രാറ്റ്സിനും ഡോക്ടർക്കും ശാസ്ത്രജ്ഞനും എല്ലാം ഇടമുണ്ട്. ഈ ശാസ്ത്രജ്ഞൻ അയാളുടെ ലബോറട്ടറിയിൽ ചെയ്യുന്ന പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തകനാകാൻ വേണ്ടി കൊടി പിടിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇൻക്ലാബ് സിന്ദാബാദ് ഇല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്നൊന്നുമില്ല. പിത്രോദ ചെയ്യുന്ന ജോലിയും മനുഷ്യജീവിതത്തിൻ്റെ മേന്മ ഉയർത്തുന്ന പ്രവർത്തനമാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് അതിൽ വരാം, കുഴപ്പമില്ല. അതിലാണ് അദ്ദേഹം ഇപ്പോഴും. പക്ഷെ അതിൽ അദ്ദേഹം ശോഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ശോഭിക്കും, തീർച്ചയായിട്ടും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ല ടെക്നോക്രാറ്റ്സുകളിൽ ഒരാളാണ്. പക്ഷേ അതിൽ അദ്ദേഹം ചെയ്യാനുള്ള മാക്സിമം ചെയ്തു കഴിഞ്ഞു.
ഇപ്പോൾ ഈ 2019 അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് പല രീതിയിലുള്ള പരിപാടികൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സഹായിയെ പോലെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നേട്ടമൊന്നും കൊയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിൽ അദ്ദേഹം ഈ രാജീവ് ഗാന്ധിയുടെ ദുര്യോഗത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇന്ത്യൻ പൊളിറ്റിക്സിൽ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രികനെ പോലെ പിത്രോദ എപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ചും ഗാന്ധി ഫാമിലിയോടൊപ്പം. അത് എൻ്റെ കൂട്ടത്തിൽ വന്നാണ് ഈ നാഷണൽ ഹെറാൾഡിൻ്റെ ഇഷ്യൂയിലൊക്കെ നാഷണൽ ഹെറാൾഡ് പുനഃപ്രസിദ്ധീകരിക്കാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം സഹകരിച്ച ഒരാളാണ് പിത്രോദ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ടെക്നോളജി വിട്ടിട്ട് അദ്ദേഹം ഈ രാഷ്ട്രീയ സാമൂഹിക വ്യാമോഹങ്ങളുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വന്നപ്പോഴാണ് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ, അറിയാൻ പറ്റാത്ത കാര്യങ്ങളും ആ മേഖലയിലുള്ള മുറിവിജ്ഞാനം പ്രകടിപ്പിക്കുവാനും അമേരിക്കൻ ടാക്സ് സിസ്റ്റം ഇവിടെ കൊണ്ടുവരാനും ഒക്കെ ആവേശം കാണിക്കുന്നത്. ഇത് ഒരു വേറൊരു തരത്തിൽ മഹാനായ ഒരു മനുഷ്യൻ്റെ ചിത്തഭ്രമമായിട്ട് കാണാം ഈ രാഷ്ട്രീയ വ്യാമോഹത്തെ നമ്മൾ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.